ഇന്ന് ലോകമെമ്പാടും തന്നെ ശരിക്കും പ്രദർശിപ്പിച്ചിട്ടുള്ള ചർച്ച ചെയ്യുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. പായൽ കപാടിയെ സംവിധാനം ചെയ്ത കനി കുസൃതിയും ദിവ്യപ്രഭയും ഒക്കെ അഭിനയിച്ച ചിത്രത്തെക്കുറിച്ച്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അത് പലതരത്തിൽ റെക്കോർഡ് ഭേദിച്ച ഒരു ചിത്രമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുകയാണ്. ബ്രിട്ടനിലാണെങ്കിൽ ഒരു നവംബർ 29 തുടങ്ങിയ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രദർശനങ്ങൾ ഈ ആഴ്ച വരെ തുടരുകയുണ്ടായി. തുടർച്ചയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരാദ്യം ചെയ്തത് ഒരു 1.5 മാസത്തോളം അവർ തിയേറ്റർ ബുക്ക് ചെയ്തിരുന്നു. പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് TBA, ടു ബി അനൗൺസ്ഡ് എന്ന് ഡേറ്റ് വെച്ചിരുന്നു. പക്ഷേ ആ TBA എല്ലാം ഈ പടത്തിന് വേണ്ടി മാറ്റി. അതായത് അവരുദ്ദേശിച്ചിരുന്ന തൽക്കാലത്തേക്ക് വച്ചിരുന്ന ആ ഡേറ്റുകളെല്ലാം ഈ പടത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ പടത്തിന് വേണ്ടി അത് മാറ്റുകയും അത് ഈ ആഴ്ച വരെ തുടരുകയും ചെയ്തു. പിന്നീട് രണ്ടാമത്തെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്യൂബ് സ്റ്റേഷനിലൊക്കെ വലിയ കൂറ്റൻ ഈ TV സ്ക്രീൻ പോലുള്ള വലിയ സ്ക്രീനിൽ ഉള്ള പരസ്യങ്ങൾ ഈ ചിത്രത്തിൻ്റേതാണ് വരുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനുകളിൽ നമ്മൾ എസ്കലേറ്ററിൽ പോകുമ്പോൾ കാട്ടുന്ന ആ സൈഡിൽ വയ്ക്കുന്ന പരസ്യങ്ങളുണ്ട്. അതൊരു 10-100ഓളം എസ്കലേറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10-100 പടങ്ങൾ ഇങ്ങനെ ഓരോ പരസ്യം ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ അവിടെയും കാണിച്ചിരുന്നു. ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് മലയാള ഭാഷയാണ് ഈ പടത്തിൽ 90%. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. മലയാളം മാത്രമല്ല, ഒരു ഇന്ത്യൻ പടത്തിന് ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവമാണ്. പിന്നെ ഇത്രയും തുടർച്ചയായിട്ട് ലണ്ടനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബ്രിട്ടൻ്റെ പല ഭാഗങ്ങളിലും ഇതേ സമയം ഈ പടം റിലീസ് ചെയ്തു. ചിത്രങ്ങൾ അവിടെ കാണിച്ചു. ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അയർലൻഡിലും പടം പ്രദർശിപ്പിക്കുകയുണ്ടായി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈറ്റ് ആൻഡ് സൗണ്ട് എന്ന ബ്രിട്ടനിലെ ലോകപ്രസിദ്ധമായ ഫിലിം മാഗസിൻ, മന്ത്ലി മാഗസിൻ. ഇത് ഇപ്പോൾ അടൂർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ വളരെ ആകാംക്ഷയോടെ വായിക്കാൻ കാത്തിരിക്കുന്ന ഒരു മാസികയാണ്. അപ്പോൾ ഇതിൽ എത്ര പേജുകളാണ് ഇതിനു വേണ്ടി മാറ്റി, ഏതാണ്ട് 9 പേജ് ഇതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ കവർ പേജ് തന്നെ പായൽ കപാടിയയുടെ ചിത്രത്തോടു കൂടി, പായൽ കപാടിയയുടെ ഡീറ്റെയിലോടുകൂടി കവർ സ്റ്റോറി അതാണ്. പിന്നെ വരുമ്പോൾ ഇത് അകത്ത് വീണ്ടും വലിയൊരു ഫുൾ പേജ് പടത്തോടു കൂടി ആർട്ടിക്കിള്, ഇൻ്റർവ്യൂ ആണത്. അത് 1, 2, 3, 4, 6 പേജ് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതിൻ്റെ 1 പേജ് പരസ്യം, ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അത് കഴിയുമ്പോൾ പിന്നുള്ളത് 1 പേജിലുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഇൻ്റർവ്യൂ ആണ്, ഇത് റിവ്യൂ. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിൻ്റെ ഈ ഹോൾ പേജ് ഇൻ്റർവ്യൂ അത് എഴുതിയിരിക്കുന്നത് അർജുൻ സജീബ് ആണ് റിവ്യൂ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സത്യജിത് റേയുടെ ഏറ്റവും നല്ല പടങ്ങളോടാണ് ഇതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒരു ഡ്രീമി, ഒരു സർറിയലിസ്റ്റ് ആ ഒരു ശൈലി പ്രകീർത്തിച്ചിട്ടുണ്ട്. വളരെ നല്ല റിവ്യൂ ആണ് ഈ അർജുൻ സജീബ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 സ്ത്രീകളുടെ കഥ പറയുകയാണ്. അതിൽ മലയാളത്തിൽ നിന്നുള്ള 2 നടിമാരാണ് പ്രധാനമായിട്ടുള്ളത്, കനി കുസൃതിയും ദിവ്യപ്രഭയും. അതിൽ കനി കുസൃതിയുടേത് പ്രത്യേകിച്ചും എടുത്തു പറയുന്നതാണ്. ദിവ്യപ്രഭയുടേത് അതേപോലെ പറയുന്നുണ്ട്. എന്നാൽ തന്നെയും കനി കുസൃതിയുടെ മിതമായ ശൈലിയിലുള്ള ഒരു അഭിനയത്തെക്കുറിച്ച് വളരെയധികം നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്.
ആം, ഇതല്ലാതെ പിന്നെ മലയാളികളായ മറ്റ് 2 നടന്മാർ മുഖ്യമായിട്ടുണ്ട്. ഒന്ന് ഹൃദു ഹരുൺ, മറ്റേത് ആം, അസീസ് നെടുമങ്ങാട്. അപ്പോൾ അവർ കൂടി ഇതിൽ അഭിനയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഒഫീഷ്യലായിട്ട് മലയാള പടം അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഏതാണ്ട് 90% 95% മലയാളം ലാംഗ്വേജാണ് ഈ പടത്തിനുള്ളത്. അപ്പോൾ ആ രീതിക്ക് മലയാളത്തിനൊരു ട്രിബ്യൂട്ട് കൂടിയാണ്. അപ്പോൾ പിന്നീട് പിന്നെ ഉള്ളത് മറാത്തിയാണ് ഉപയോഗിക്കുന്ന ഭാഷ. കാരണം ബോംബെ സെറ്റ് ചെയ്തിരിക്കുന്ന കഥയായതുകൊണ്ട്. പിന്നെ ബോംബെ നഗരം ബോംബെ നഗരം ഇതിലെ മറ്റൊരു കഥാപാത്രമാണ്. അപ്പോൾ വളരെ അങ്ങ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ കുടുംബം അവരുടെ ആ സ്ഥിരമായിട്ടുള്ള കുടുംബം അറേഞ്ച് ചെയ്യുന്ന വിവാഹത്തിലൂടെ പോകുന്ന ഒരാൾ. അപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് അവരുടെ ഭർത്താവ് ജർമ്മനിയിലേക്ക് പോകുന്നു. പിന്നെ അവർ കാണുന്നില്ല. പിന്നെ ഇവർ ഇടയ്ക്ക് വെച്ച് ഒരൊറ്റ ബന്ധമുള്ളത്, അവരൊരു ഒരു പ്രഷർ കുക്കർ, റൈസ് കുക്കർ വരികയാണ് പോസ്റ്റിൽ. അപ്പോൾ ഈ റൈസ് കുക്കർ ഈ ഭർത്താവ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ജർമ്മനിയിൽ നിന്ന് വന്നതായിട്ട് കവർ നോക്കുമ്പോൾ അറിയാം. പക്ഷേ അതിന് പേര് പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ അവരുടെ ആ ബന്ധത്തെ, കാരണം ഭർത്താവുമായിട്ട് വിവാഹം കഴിച്ച് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഈ കനി കുസൃതി എന്ന ഭാര്യ, അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കനി കുസൃതി, അതിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് അതിൽ. അപ്പോൾ കാരണം അത് ഭർത്താവിന് പകരം അവർ ആ പ്രഷർ കുക്കറിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു ബന്ധം അവിടെ വരുന്ന ബന്ധം എന്ന് വെച്ചാൽ ബന്ധമില്ലായ്മ. കുടുംബം വിവാഹം നടത്തി കൊടുക്കുന്നു, എന്നിട്ട് അവർ പിന്നെ കാണുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്ന കഥാപാത്രം ദിവ്യപ്രഭയുടേതാണ്. ദിവ്യപ്രഭ അവൾക്ക് ഇഷ്ടമായ ഒരാളിനെ പ്രേമിക്കുന്നു. അതൊരു മുസ്ലിം യുവാവ് കൂടിയാണ്. അപ്പോൾ അവരുമായിട്ട് സ്വതന്ത്രമായിട്ട് അവർ ഇടപഴകുകയാണ്. അപ്പോൾ അത് പടത്തിൻ്റെ ഏറ്റവും അവസാനം ഈ ഹൃദു ഹരുണാണ് ആ പയ്യനായിട്ട്, അവളുടെ കാമുകനായിട്ട് വരുന്നത്. അപ്പോൾ അയാളും കൂടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് വരും. അതുവരെ ഒളിച്ച് ആണ് അവളെ കാണുന്നത്. അകത്ത് വരുന്ന ഒരു സീൻ, ആ ഭാഗത്താണ് ഈ ചിത്രം അവസാനിക്കുന്നത്. പിന്നെ ഒരുതരം ഈ കനി കുസൃതി വളരെയധികം നിയന്ത്രിച്ച് ഭർത്താവിൻ്റെ അകലെയാണെങ്കിലും ആ ഭർത്താവിൻ്റെ ഒരു പതിവ്രതയായ ഭാര്യയെ പോലെ കഴിയുകയാണ്. പക്ഷേ ഏറ്റവും അവസാനം അതിൽ നിന്നൊക്കെ മോചിതയായി പോകുന്ന ആ ഒരു ലൈറ്റ് എന്ന പടത്തിൻ്റെ കഥയുടെ ഇതിൽ വരുന്നത് പോലെയുള്ള ഒരു ലൈറ്റ് കാണുന്ന ഒരു ഇതിൽ അവർ ഭർത്താവ് എന്നെ കാണുന്നെങ്കിലും പക്ഷേ അതിന്നൊക്കെ ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറല്ല, അങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറല്ല എന്നുള്ള സൂചന നൽകുന്ന ഒരു സീനും ചിത്രത്തിലുണ്ട്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇത് ബോംബെ നഗരത്തിൻ്റെ കഥ കൂടിയാണ്. ബോംബെ നഗരത്തിൽ ഈ ബോംബെ നഗരം ആളുകളൊക്കെ അവിടെ താമസിക്കുന്നു. പക്ഷെ താമസിക്കുന്നവർക്ക് ആർക്കും ബോംബെ നഗരത്തോട് പ്രത്യേകിച്ച് മമതയുമില്ല. ബോംബെ നഗരത്തിന് ആ ആളുകളോട് പ്രത്യേകിച്ചൊരു മമതയുമില്ല. അപ്പോൾ ആളുകൾ വന്ന് താമസിക്കുന്നു. നാളെ ജോലിയില്ലാതെ വരികയാണെങ്കിൽ അവർ പുറത്താണ്. അവർ കംപ്ലീറ്റ് അതൊന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ 25 വർഷത്തോളം താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പുതിയ ഡെവലപ്മെൻറ്റ് വന്നിട്ട് അവരെ അവിടുന്ന് മാറ്റുകയാണ്. ഈ പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടി ഉയർത്തി പോവുകയാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ കെട്ടി ഉയർത്തി അങ്ങനെ പോകുമ്പോൾ ഈ ദൈവത്തിന് തന്നെ നിങ്ങളങ്ങ് സ്ഥാനചലനം വരുത്തുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലെ ഛായാകഥം അവതരിപ്പിക്കുന്ന കഥാപാത്രം അത് ചോദിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഫ്ലാറ്റ് ഇങ്ങനെ കെട്ടി ഉയർത്തി പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ തന്നെ സ്ഥാനചലനം ഉണ്ടാവില്ലേ എന്ന്, ആ രീതിക്കാണല്ലോ നിങ്ങൾ ഫ്ലാറ്റ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇത് കെട്ടി ഉയർത്തി ഉന്നതങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കാൻ വരുന്നത്. ഈ പാവപ്പെട്ട ആളുകൾ അതോടുകൂടി അവിടെ നിന്ന് നിഷ്കാസിതരാവുകയാണ്. അപ്പോൾ
അങ്ങനെ അപ്പോൾ അവരിതിനുള്ള പ്രൊട്ടക്ഷന് പോകുന്നതും, പിന്നീട് ഒരു സമയത്ത് ഈ ഫ്ലാറ്റുകളുടെ പരസ്യം അതിൻ്റെ ബിൽ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിൽ വന്ന് ദേഷ്യം കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞ് അത് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സാധാരണ മനുഷ്യരുടെ, അവർക്ക് യാതൊരു വിലയുമില്ലാത്ത കൊടുക്കുന്ന ആ ഒരു ഇതിന് ഉള്ള ഒരു ചോദ്യം വ്യക്തമായിട്ട് ആ ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തുടരെ ഉപയോഗിക്കുന്ന ഒന്ന്, അതിൻ്റെ ഒരു സർറിയലിസ്റ്റ് ശൈലി ഇടയ്ക്ക് വെച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു പൊയറ്റിക് ചിത്രീകരണ രീതി പരക്കെ എഴുതിയും പറയുകയും ചെയ്യുന്ന ഒരു കവിത കേൾക്കുന്നത് പോലെ വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ അവാർഡൊക്കെ നേടിയ, അതും 30 വർഷത്തിന് ശേഷം ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഈ ചിത്രം ഇത്രയും ഗംഭീരമായിട്ട് ഈ ലോകമെമ്പാടും അത് ഏറ്റെടുക്കുക. പക്ഷേ അവാർഡ് മേടിക്കുക മാത്രമല്ല, ഈ ആളുകളിത് കാണുന്നു എന്നുള്ളതാണ് നിരന്തരം. അതായത് ഈ അവസാന ദിവസം ഈ പടം അവിടെ കാണിക്കുമ്പോൾ ജാനുവരി 18-നാണ് അവസാനം കാണിച്ചത്. അപ്പോൾ ജാനുവരി 18-നുള്ള ടിക്കറ്റ് കംപ്ലീറ്റ് വിറ്റ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിക്കാണ്. അപ്പോൾ ഞാൻ കണ്ടത് ജാനുവരി 18 വരെയാണ്, ചിലപ്പോൾ ഒരു പക്ഷേ അതിന് ശേഷവും കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ രീതിക്ക് ഒരു റെക്കോർഡ് ഭേദിച്ച, ഇപ്പോൾ സത്യജിത് റേ തുടങ്ങി നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, അങ്ങനെ തുടങ്ങിയ എത്രയോ മഹാരഥന്മാരുടെ പടങ്ങൾ ഇവിടെ ലണ്ടനിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഇത് കുറച്ചെങ്കിലും ഉണ്ടായിട്ടുള്ളത് സലാം ബോംബെക്കാണ്. സലാം ബോംബെയും ഈ രീതിക്ക് ഇത്രയും വിപുലമായ ഒരു രീതിക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ആളുകളുടെ ഇടയിലുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ഒരു സംഗതി. അപ്പോൾ പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്, അപ്പോൾ നമ്മുടെ മലയാളികൾ കനി കുസൃതിയും ദിവ്യപ്രഭയും ഹൃദു ഹറൂണും പിന്നെ അസീസ് നെടുമങ്ങാടുമൊക്കെ അഭിനയിച്ച ഒരു ഗംഭീര ചിത്രം ഇപ്പോൾ ലോകമെമ്പാടും, പ്രത്യേകിച്ച് ലണ്ടനിലെ കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. ലണ്ടനിലെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ ബ്രിട്ടൻ്റെ പല ഭാഗത്തും ഈ ചിത്രം റിലീസായി, അയർലൻഡിൽ റിലീസായി, അത് വേറെ, അത് മറ്റു കാര്യം. അപ്പോൾ അത്രയും വ്യാപകമായിട്ട് പോയ ഒരു പടമാണ്, വ്യാപകമായിട്ട് ആളുകൾ സ്വീകരിച്ച ഒരു പടമാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. പായൽ കപാഡിയ 2 തരത്തിൽ, ഒന്ന് ആ നേട്ടം എന്നുള്ള നിലയ്ക്ക് ആ സംവിധായികയുടെ സംവിധായിക ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ആ പടത്തെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. ആളുകളിലത് എത്തി, അത് ഗംഭീരമായിട്ട് ആളുകൾ സ്വീകരിച്ചു. അതോടൊപ്പം ഈ പായൽ കപാഡിയ ഒരു മലയാള ഭാഷയ്ക്ക് ഒരു വലിയ ഒരു ആദരവും കൂടിയാണ് ഈ ചിത്രത്തിലൂടെ നൽകുന്നത്. കാരണം മലയാളത്തിലെയും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയൊക്കെ പറ്റി പറയുമ്പോൾ സംവിധായികയ്ക്ക് 1000 നാവാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള അത് ചിത്രത്തിലുടനീളം കാണാം. അപ്പോൾ അത് മറ്റൊരു കാര്യം. ഏതായാലും പായൽ കപാഡിയ, കനി കുസൃതി, ദിവ്യപ്രഭ നമുക്ക് വളരെ മനോഹരമായ ഒരു ചിത്രം തരികയാണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ.